ഈ ഇറാനിയൻ ടീം ഈ ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുമോ എന്നുള്ള വലിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വഴിയില്ല. ഫിഫ കപ്പിന് ഇറങ്ങുന്ന ദൃശ്യങ്ങൾ വളരെ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വൈറലാണ്. ഞാൻ ഉദ്ദേശിച്ച എന്താ അറിയോ, ഇവർ ഇറങ്ങുന്നതിന് മുമ്പ് ഖുറാൻ ചുംബിച്ചുകൊണ്ട് ഖുറാനെ വണങ്ങിക്കൊണ്ടാണ് ഇവർ ഈ മെക്സിക്കോയിലേക്ക് തിരിക്കുന്നത്. ഇത് ഭാരതത്തിന്റെ ടീം ഭഗവത്ഗീതയെ തൊട്ട് വണങ്ങി ഭഗവത്ഗീതയെ കണ്ടിൽ വെച്ച് ഇറങ്ങുകയാണെങ്കിൽ എന്തായിരുന്നേനെ ഇവിടുത്തെ കോലാഹലം. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഈ ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ തന്നെ പല ഘട്ടങ്ങളിലായി ഇസ്ലാം മതം കൃത്യമായി തന്നെ അതിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? ഫുട്ബോളിലെ പല കാര്യങ്ങളെയും ഫുട്ബോളിന്റെ പല നിയമങ്ങളെയും ഇസ്ലാം മതം എതിർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാം മതം പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാരിതോഷികത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈസ് മണിക്ക് വേണ്ടി മത്സരിക്കാൻ പാടില്ല. അപ്പൊ ഫുട്ബോളിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പ്രൈസ് മണിയാണ്. അങ്ങനെയെങ്കിൽ ഇസ്ലാം മതത്തിന് വിരുദ്ധമാണത്. 2, പുരുഷന്മാർ അവരുടെ വയറിന് താഴെ കാൽപാദത്തിന്റെ അവിടം വരെ പൂർണ്ണമായും മറച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കണം. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഈ പല കാലഘട്ടങ്ങളിൽ ഫുട്ബോളിനെ ഇസ്ലാം മതം പല രീതികളിൽ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പാക്കിയത് തന്നെ, ഉപ്പാപ്പാക്കിയത് തന്നെ. ഓ, അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ. ഉമ്മക്കില്ലേ? ഉമ്മാക്ക് ഉണ്ട്, സ്ത്രീകളുടെ ഇടയിൽ ചെറിയ തോതിൽ, എന്നെ പോലെ വിപുലമായിട്ടില്ല. ഇവിടെ ഫുട്ബോളിനെ അല്ല, മറിച്ച് ഫുട്ബോളിലൂടെ ഞമ്മന്റെ ആള് എന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം? കഴിഞ്ഞ ദിവസം അബ്ദുൾ സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞത്, രാവിലെ 3 മണിക്ക് നമസ്കാരത്തിന് എഴുതിക്കാത്ത ചെറുപ്പക്കാർ ഉറക്കം കളഞ്ഞിട്ട് ഫുട്ബോൾ കാണുന്നു. അപ്പൊ ഇവര് ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല, നരകത്തിലേ പോവുള്ളൂ. ഇത് പിശാചാണെന്ന് പറയുന്നത്. ഈ ഫുട്ബോൾ എന്ന് പറയുന്നത് പിശാചാണ്. ഈ ഫുട്ബോൾ നമ്മൾ കൂടെ കൊണ്ടുവരുന്ന പിശാച് കൂടെ വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. മെസ്സി, ലോകത്ത് മെസ്സി ഫൗണ്ടേഷൻ എന്നൊരു ഫൗണ്ടേഷൻ ഉണ്ട്. യൂണിസെഫുമായി ചേർന്ന് ലോകത്ത് ഏറ്റവും അധികം കുട്ടികൾക്ക് വേണ്ടി ക്ഷേമ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ഈ മെസ്സി ഫൗണ്ടേഷനാണ്. ആ മെസ്സി ഗാസയിലെ കുട്ടികളെ കൊന്നവനാണ് എന്നാണ് ഇവർ പറയുന്നത്. മെസ്സി നേരിട്ട് വെടിവെച്ച് കൊന്നത് പോലെയാണ് പറയുന്നത്. മെസ്സി ഗാസയിലെ കുട്ടികളെ കൊന്നവനാണ്, കൊല്ലുന്നവർക്ക് കൂട്ടു നിൽക്കുന്നവനാണ്, ഗാസയിൽ ബോംബിടാൻ ഇസ്രായേലിന് പണം കൊടുത്തവനാണ് മെസ്സി. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലട.